നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കളെ. എന്നാലും ഇംഗ്ലീഷ് മീഡിയം കൊണ്ടുവരുമെന്ന് പറഞ്ഞത് ചാക്കടുത്തെറിയ ഞാൻ. അടുത്തത് ചമ്മി എന്ത് സെറ്റാക്കണു? ചക്ക തന്നെയാണ് താമര, താമര തന്നെയാണ് ചക്ക. ചക്ക നമ്മളിങ്ങനെ പൊളിച്ച് കാണുമ്പോൾ താമരയുടെ ഇതളുകൾ പോലെ ഇരിക്കാം. ചക്ക പൊളിച്ച താമരയാവൂടാ. ചക്ക തോരൻ, ചക്ക കൂട്ടാൻ, ചക്ക പായസം, ചക്കാട, ചക്ക വെറും ചക്ക. വെറും ചക്ക നല്ലതാണ് ഗൈസ്. ചക്ക വിട്ടുള്ള കളിയില്ല കേട്ടോ. അപ്പൊ എന്തായാലും പുതിയ ഇൻവെൻഷൻ ആണ്. ചക്ക പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് താമര കിട്ടും. നമ്മള് യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഇപ്പൊ പ്രായമായിട്ടുള്ളവരായിക്കോട്ടെ, ഏറ്റവും ആൾക്കാർക്കെല്ലാം ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് UPI. ഇത് നമ്മുടെ ഈ ഇന്ത്യയിലല്ലാതെ വേറെ എവിടെയാണ് UPI ഉള്ളത്? നിനക്ക് പറ്റിയ പണി ഞാൻ പറഞ്ഞു തരട്ടെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇലക്ഷൻ പ്രചരണ കോമഡികളാണ്. ഇൻട്രസ്റ്റിംഗ്. അപ്പൊ നമ്മുടെ അതിഥികൾ വേറെ ആരുമല്ല, തൃപ്പൂണിത്തുറ NDA കാൻഡിഡേറ്റ് അഞ്ജലി നായർ, ഏറ്റുമാനൂർ NDA കാൻഡിഡേറ്റ് ആതിര നായർ. ഇവർ രണ്ടുപേരിലും സിമിലർ ആയ ഒരു സംഭവം ഉണ്ട് ഗൈസ്. മറ്റൊന്നുമല്ല, ഇവരുടെ ചിഹ്നം ചക്കയാണ് ഗൈസ്. ചക്ക ഗൈസ്, നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഈ ചക്ക ഞാൻ കാട്ടിൽ പോയിട്ട് പറിച്ചു കൊടുന്ന് എന്റെ ഡെഡിക്കേഷൻ നിങ്ങൾ ആലോചിക്കണം. എന്റെ വീഡിയോ കാണുന്ന 80% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ലൈക്ക് ഒന്ന് അടിക്കുക. ആതിര നായർ തന്നെ വീഡിയോ തുടങ്ങാം. കാരണം ഇലക്ഷന് ജയിച്ചു കഴിഞ്ഞാൽ ഇതുവരെ കേരളത്തിൽ കണ്ടുപിടിക്കാത്ത ഒരു സംഭവം കൊണ്ടുവരുമെന്നാണ് നമ്മുടെ ആതിര നായർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതെന്താ നമുക്കൊന്ന് കേൾക്കാം. കുറച്ച് മാത്രം ഞാൻ വായിക്കാം, ഒരുപാടുണ്ട്. ഒന്നും വിട്ടുപോകരുത്, പ്രധാനപ്പെട്ടത് എന്ന് കരുതിയിട്ടാണ്. നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കളെ. അത് അല്ലെ, ഇംഗ്ലീഷ് മീഡിയം ചേർക്കുക എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവുന്ന സ്വപ്നമാണ്. അത് ഇതിലൂടെ സാധ്യമാവാൻ പോവുകയാണ്. അപ്പൊ എന്റെ സംശയം ഇതാണ്, ഞാൻ 8 മുതൽ 12ാം ക്ലാസ് വരെ പഠിച്ചത് മലയാളം മീഡിയത്തിലായിരുന്നോ? അല്ല, എനിക്ക് മാത്രമല്ല, ഇംഗ്ലീഷ് മീഡിയം പഠിച്ച പലവർക്കും അത് വരെ. എന്റെ ചേച്ചി, ഇത് നോർത്ത് ഇന്ത്യ അല്ല, ഇത് കേരളമാണ്. ഇവിടെ ഇംഗ്ലീഷ് മീഡിയം ഒക്കെ പണ്ട് മുതലേ ഉണ്ട്. നിങ്ങൾ NDAക്ക് കയറി വരുമ്പോ ഈ തലച്ചോറ് അവിടെ വെച്ചിട്ട് പൊതിച്ചോറ് വെച്ചിട്ടാണോ അങ്ങോട്ട് വരുന്നത്? അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ലേ? ഇനി കേരളം ഇംഗ്ലീഷ് മീഡിയം കൊണ്ട് നിറയും ഗൈസ്. എല്ലാവരും മതാമകളാവട്ടെ. മതാമനും വെൽക്കം ടു കോക്കട്ടെ താളക്കറി. പലരുടെയും അടുത്ത് പോയപ്പം ഇത് കണ്ടില്ലേ, റോഡ് കണ്ടില്ലേ, വെള്ളമില്ല. വെള്ളത്തിന് വേണ്ടിയിട്ട് എത്രയോ. വെള്ളത്തിനൊന്നും വലിയ കുഴപ്പമില്ല. വല്ലപ്പോഴൊക്കെ പൈപ്പ് പൊട്ട് അങ്ങനെ എന്തെങ്കിലും ലെവലില് പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ മാത്രം വെള്ളത്തിനൊരു പ്രശ്നം വരും. അല്ലാതെ ഞങ്ങളാരും ഇവിടുന്ന് ദുംദുമിനാദം പാട്ടും പാടിയിട്ട് 2 ഏക്കറോ അല്ലെങ്കിൽ 2 കിലോമീറ്റർ അപ്പുറത്തോ കൊടവും പിടിച്ചിട്ട് പോകാറില്ല. ഇനി വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ കമന്റിൽ ഒന്ന് പറയണേ. അതെ, എന്റെ ഒരു സംശയമാണ്, എവിടെ പ്രശ്നമുള്ളതെന്ന് നമുക്കപ്പോ അറിയാലോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. എന്തായാലും നമുക്ക് ഈ ഏരിയയിൽ എന്തായാലും ഇവിടെ പ്രശ്നമില്ല. എന്നാലും ഇംഗ്ലീഷ് മീഡിയം കൊണ്ടുവരുമെന്ന് പറഞ്ഞത് ചാക്കടുത്തെറിയ ഞാൻ. അടുത്തത് ചക്ക തന്നെയാണ് താമര, താമര തന്നെയാണ് ചക്ക. ചക്ക നമ്മളിങ്ങനെ പൊളിച്ച് കാണുമ്പോൾ താമരയുടെ ഇതളുകൾ പോലെ ഇരിക്കാം. ചക്ക പൊളിച്ച താമരയാവൂടാ. എനിക്കറിയില്ല കേട്ടോ. ഇനി അത് പുതിയ ഇൻവെൻഷൻ വല്ലതുമാണെങ്കിൽ താമരക്കുളത്തിലൊക്കെ കൊണ്ടുപോയിട്ട് ചക്ക പൊളിച്ചിടാം. അപ്പൊ താമരക്കുളം എന്നുള്ളതിന് ചക്കക്കുളം നമുക്ക് പേരിടാം. പുതിയ ഇൻവെൻഷൻ ആയിക്കോട്ടെ. ചിഹ്നം ചക്കയാണല്ലോ. അപ്പൊ ഈ ആൾക്കാരുടെ അടുത്ത് എന്റെ ചിഹ്നം ചക്കയാണ് എന്ന് പറയുമ്പോഴുള്ള അവരുടെ ഒരു റിയാക്ഷനും ഭൂരിഭാഗം ആൾക്കാർ പറയും ചക്ക വേരിലും കായ്ക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. കുറെ പേര് ചോദിക്കും, ഫ്രാങ്ക്ലി സെയിങ് ലൈക്ക് താമര എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ചക്ക തന്നെയാണ് താമര, താമര തന്നെയാണ് ചക്ക. ചക്ക നമ്മളിങ്ങനെ പൊളിച്ച് കാണുമ്പോൾ താമരയുടെ ഇതളുകൾ പോലെ ഇരിക്കുക. അപ്പോൾ എത്ര താമര ചക്കയ്ക്കകത്തുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരെ ന്യൂട്രലി ഇങ്ങനെ വീഴ്ത്തും. പെട്ടെന്ന് ഈ ചക്കയെ കൊണ്ടുള്ള ഒരു 5 വിഭവങ്ങളുടെ പേര് പറയും. ചക്ക തോരൻ, ചക്ക കൂട്ടാൻ, ചക്ക പായസം, ചക്കാട, ചക്ക വെറും ചക്ക. വെറും ചക്ക നല്ലതാണ് ഗൈസ്. ചക്ക വിട്ടുള്ള കളിയില്ല കേട്ടോ. അപ്പൊ എന്തായാലും പുതിയ ഇൻവെൻഷൻ ആണ്. ചക്ക പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് താമര കിട്ടും. ഈ ചക്ക സീസൺ കഴിയുമ്പോഴേക്ക് ചക്കയോട് എന്തെങ്കിലും വിരോധം വരും തോന്നുന്നു ഗൈസ്, ഇവര് കാരണം കൊണ്ട്. അടുത്തത് ചക്ക എന്റെ ഉള്ളം കയ്യിൽ വെച്ച് തന്നു. അതുപോലെ തൃപ്പൂണിത്തുറ മണ്ഡലം എന്റെ ഉള്ളം കയ്യിൽ ഭദ്രമായിരിക്കും. അതെനിക്ക് തരണം.
കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരാൾക്ക് തൃശ്ശൂര് കൊടുത്തതാ, അതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അപ്പോഴാ ഇനി ചക്ക തരാൻ പോകുന്നത്. ഞാനുള്ള കാര്യം പറയാലോ, BJPക്ക് വരുന്നതിന്റെ മുമ്പേ സുരേഷ് ഗോപി എന്തൊക്കെയോ എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൽ കയറിയതിനു ശേഷം എന്തൊക്കെയോ സംഭവിച്ചു. എനിക്ക് തോന്നുന്നത് ഇതിക്ക് വരുന്ന ആൾക്കാർക്ക് ഇതേപോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരെ മാത്രം കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഇതിക്ക് എടുക്കുകയാണോ എന്ന് എനിക്ക് അറിയില്ല. അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു എനർജി കാണുമ്പോൾ. ഞാൻ രാവിലെ ഒരു 6-6:30 ഓരോ കാര്യങ്ങൾക്ക് എല്ലാവരെയും കാണാൻ ഇറങ്ങുമ്പോൾ നമ്മുടെ കൂടെയുള്ളവര് അവിടെയും കൂടെ കയറാം, ഇവിടെയും കൂടെ കയറാം, അപ്പുറത്തും കൂടെ കയറാം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം എന്നെ ജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ഈ നാടിന്റെ ആവശ്യമാണെന്ന്, എത്ര വലിയ ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിയുന്ന ഓരോ നിമിഷങ്ങളാണത്. എന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്, എല്ലാ വേദികളിലും ഞാൻ സംസാരിക്കുന്ന അവസരമായിട്ട് പറയുന്നതാണ്, ഞാനൊരു രാഷ്ട്രീയക്കാരിയല്ല. ഞാൻ നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് വന്ന് ജയിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. ഞാനൊരു രാഷ്ട്രീയക്കാരിയല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് മത്സരിച്ചുകൂടെ? അങ്ങനെയാണെങ്കിൽ എന്തിന് BJPയിലോട്ട് വരണം? ഭയന്ന് വരുന്ന പല വാക്കുകളും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ചക്കവർത്താനം പോലെ ആവില്ല. എന്താ മോളെ, ചക്ക തന്നെയല്ലേ താമര, താമര തന്നെയല്ലേ ചക്ക. തേങ്ങട മൂട്. ചക്ക കേട്ട് മടുത്തു, വേറെന്തേലും നോക്കാം. ചക്ക ഇനിയിപ്പൊ തുറന്നു നോക്കിയാ അയ്യോ, ആ അമ്മമ്മയുടെ മുഖത്തുള്ള റിയാക്ഷൻ നോക്ക് ഗൈസ്. അളിയുന്നതിലൊക്കെ ഒരു പരിധി വേണ്ടേ? ഇതെല്ലാം പോട്ടെ വിചാരിക്കാം. നമ്മൾ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ക്യാമറമാൻ ക്യാമറയും കൊണ്ട് വരുമ്പോ അപ്പൊ എങ്ങും ഇല്ലാത്ത ഒരു ശാന്തതയും നിശബ്ദതയും, പായസം ഒഴിച്ച് പപ്പടം കൂട്ടി 2 അടി അടിച്ച് ഇങ്ങനെ തേമ്പണ ആൾക്കാരായിരിക്കും ക്യാമറ വരുമ്പോ. തിന്നാനും സമ്മതിക്കില്ല എന്ന് പറയാം. അവിടെ അടക്കം വന്നിട്ടുണ്ട് ഗൈസ് ചക്ക ടീം. നിങ്ങൾ ആ വല്യമ്മടെ മോൻ ആലോചിച്ചു. വല്യമ്മടെ മുഖ സൂം ചെയ്ത് കാട്ടിത്തരാ. തിന്നാനും സമ്മതിക്കില്ല. മേലെ കൂടെ പോണ റോക്കറ്റ് ഏണി വെച്ച് പിടിച്ച് ആസനത്തിലിട്ട് പൊട്ടിക്കാന്ന് കേട്ടില്ലേ? I mean നാറുക ചില സമയങ്ങളിൽ. അത് വേണമെങ്കിൽ ഒന്ന് കണ്ടോ. ആരൊക്കെ പൊട്ടി കൈവൊക്കെ ചമ്മി ചമ്മി എന്ത് സെറ്റാക്കണു? എന്തറിയാത്ത സെറ്റാക്കണ്? എനിക്ക് ചക്ക വേണ്ട, എന്റെ അടുത്ത് ചക്ക ഉണ്ട്. നിങ്ങൾ നേരത്തെ കണ്ടല്ലേ വലിയ ചക്ക. ആ കൂടെ നിൽക്കുന്ന ആൾക്കാര് മനസ്സുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ജയിപ്പിക്കാൻ മോളെ. അടുത്ത നമ്മുടെ സ്ഥാനാർത്ഥി ആതിര നായരെ വെൽക്കം ചെയ്യാം. അസിന, നമുക്ക് ഇനി നേരെ ഒരു റാപ്പിഡ് ഫയറിലേക്ക് പോയാലോ? പിണറായി വിജയൻ പ്രായാധിക്യമുണ്ട്, റിട്ടയർമെന്റ് ലൈഫിലോട്ട് പോകാനുള്ള സമയമായിരിക്കുന്നു തോന്നുന്നു. നരേന്ദ്രമോദി യൂത്തിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നാടിന്റെ വികസനത്തിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, ചെയ്ത വ്യക്തിയാണ്. പിണറായി വിജയൻ വീട്ടിലിരിക്കണം എന്നാണ് പറയുന്നത്. പ്രായമായി. അപ്പൊ നരേന്ദ്രമോദി എന്താ 18 വയസ്സായ പാൽക്കാരൻ പയ്യനോ? നമുക്ക് ഇവരുടെ വയസ്സൊന്നും എന്തായാലും നോക്കാം. നരേന്ദ്രമോദി 75 വയസ്സ്, പിണറായി വിജയൻ 80 വയസ്സ്. ജസ്റ്റ് 5 വയസ്സിന്റെ ഡിഫറൻസേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇവരുടെ തലയ്ക്കകത്ത് കളിമണ്ണല്ല, ചാണകമല്ല, വേറെന്തോ ഒരു സാധനം ആണ്. അടുത്തത് രാജീവ് ചന്ദ്രശേഖർ, ടെക്നോക്രാറ്റ്. VN വാസവൻ, റിട്ടയർമെന്റ് ലൈഫിലേക്ക് എത്തേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. കുമ്മനം രാജശേഖരൻ, കുറെ വിഷനുള്ള ആളാണ്. അവസരം കൊടുത്താൽ ജനങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നു. കുമ്മനത്തിന്റെ പ്രായം 73, വാസവന്റെ പ്രായം 71. എടാ, ഇത് എന്തോ സാധനം കത്തിച്ചിട്ടുള്ള വരവാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാനുള്ള വഴിയില്ല. നമ്മുടെ ഈ ഇന്ത്യയിലല്ലാതെ
ഏത് വേറെ കൺട്രിയിലുണ്ട്? UPI ഇതുപോലെ സജീവമായിട്ട് നമ്മൾ യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഇപ്പൊ പ്രായമായിട്ടുള്ളവരായിക്കോട്ടെ, ഏറ്റവും ആൾക്കാർക്കെല്ലാം ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് UPI. ഇത് നമ്മുടെ ഈ ഇന്ത്യയിലല്ലാതെ വേറെ എവിടെയാണ് UPI ഉള്ളത്? ഇത് ആര് കൊണ്ടുവന്നതാണ്? ആര് വന്നതിന് ശേഷം വന്ന? വിഡിത്തം വിളമ്പണതിന്റെ മുമ്പ് നിന്നോട് ഞാൻ ഗൂഗിളിൽ പോയി നോക്കാനൊന്നും പറയില്ല. അറിയുന്ന ആർത്തേലും പോയി ഒന്ന് ചോദിക്കുക. നീ ഇപ്പൊ പറഞ്ഞ UPI, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് പറഞ്ഞ സാധനം ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ചതാണ്. അതായത് NPCI കേട്ടിട്ടുണ്ടാവുമോ? നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അവരും RBIയും കൂടി ഇന്ത്യൻ ബാങ്കിങ് സെക്ടർ അവർ വികസിപ്പിച്ചെടുത്ത ഒരു ടൂളാണ് UPI പറയുന്നത്. നമ്മുടെ ഇവിടെ വരുന്നതിന് മുമ്പൊക്കെ പുറം രാജ്യങ്ങളിൽ അമേരിക്കയിലൊക്കെ പേപ്പാൽ എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? നീ പറയുന്ന പോലെ ഇത് BJP ഗവൺമെന്റ് വികസിപ്പിച്ചെടുത്ത സംഭവമൊന്നും അല്ല. അതുകൊണ്ട് ചുമ്മാ ഒരു കാര്യം അറിയാണ്ട വള എന്ന് പറഞ്ഞിട്ട് കിട്ടാനുള്ള വോട്ടെങ്കിലും ആൾക്കാരെ കൊണ്ട് മാറ്റി കുത്തിപ്പിക്കല്ലേ എന്ന് ഞാൻ ഇതോടുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നല്ലെങ്കിൽ ഒരു യൂത്താണ്, എനിക്ക് യൂത്ത് ആൾക്കാരൊക്കെ മുമ്പോട്ട് വരുന്നതൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിച്ചിട്ട് അതിനുള്ള സാധ്യതയും കൂടി ഇല്ലാണ്ടാക്കല്ലേ. അടുത്തതായി ഒരു വിഡിത്തരം കൂടി കേട്ടതിന് ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. പാത്രം കൊട്ടി കൊറോണ ഓടിക്കുന്നു എന്ന്. കൊറോണ ഓടിക്കാനല്ലല്ലോ പാത്രം കൊട്ടിയത്. അപ്പോൾ ലൈറ്റ്സ് ഓൺ ചെയ്യുന്നത് അതിനല്ലല്ലോ. നമ്മളൊരു എന്താ പറയുക, ഒരു അതിനൊക്കെ എനിക്കറിയില്ല കേട്ടോ, അതൊക്കെ എങ്ങനെ പറയണം എന്നുള്ളത്. കുറച്ച് കോമൺ സെൻസിൽ നമ്മൾ ചിന്തിച്ചാൽ മതി. എന്താണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളത് കേട്ടാൽ മതി. അതിപ്പോൾ അവർ നല്ല ഏതൊരു പൊളിറ്റീഷ്യൻ ആയാലും, ഏത് പാർട്ടിയുടെ ഏത് പൊളിറ്റീഷ്യൻ ആയാലും, അവർ പറയുന്നത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് കേട്ടാൽ, എന്താണ് അവർ പറയുന്നതിന്റെ ഒരു കോർ മീനിങ് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്നാ ശരി, നീ പറ, എന്തിനാ പാത്രം കൊട്ടുന്നേ? കൊറോണ പോവാനാണോ? നിനക്ക് പറ്റിയ പണി ഞാൻ പറഞ്ഞു തരട്ടെ. ഞാനിപ്പോ ഇൻസ്റ്റഗ്രാമിൽ എന്തായാലും പോസ്റ്റ് ഒന്നും ഇടാറില്ല. നമുക്കൊരു കൊളാബ് അടിക്കാം. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ, നല്ല ഭംഗിയുണ്ട്, നല്ല ഡാൻസ് കളിക്കാനും അറിയാം, പാട്ട് പാടാനും അറിയാലോ. അപ്പൊ ഇതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാവും മോൾക്ക് നല്ലത്. വെറുതെ അറിയാത്ത പണിക്ക് നിന്നിട്ട് എന്തിനാ വെറുതെ? നമുക്ക് ഗിറ് സിംഗറാണി എന്നൊക്കെ പറഞ്ഞിട്ട് കൊളാബിടാം ഇൻസ്റ്റാഗ്രാമില്. അങ്ങനെ ആകുമ്പോ കുറച്ച് റീച്ചും കിട്ടും. ഇതോടുകൂടി ഒന്നും തീരുന്നില്ല ഗൈസ്. അപ്പൊ നമുക്ക് അടുത്തതായി അഖിൽ മാരാറേയും റോബിനെയും പറ്റി വീഡിയോ വേണമെങ്കിൽ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ പറയുക. അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ. ഗിറ്